ഓക്കി, ബിബർജോയ്, ശക്തി, ഫെങ്കൽ, തേജ്, മോൻത ഇങ്ങനെ ചുഴലിക്കാറ്റുകൾക്ക് പല പേരുകളാണ്. ഇനി വരാനിരിക്കുന്ന ചുഴലികൾക്കും പേരുകളെല്ലാം റെഡിയാണ്. ഇതെല്ലാം ആരാണ് നൽകുന്നത്? ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് ഒരു നിശ്ചിത അന്തർദേശീയ ക്രമത്തിലൂടെയാണ്. ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് കാലാവസ്ഥാ സംഘടനയുടെ മേൽനോട്ടത്തിലുള്ള ഡൽഹിയിലെ റീജിയണൽ സ്പെഷ്യലൈസ്ഡ് മെറ്റീരിയോളജിക്കൽ സെൻ്ററാണ്. വടക്കേ ഇന്ത്യൻ സമുദ്രമേഖലയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള 13 രാജ്യങ്ങളാണ് പേരുകൾ നിർദ്ദേശിക്കുന്നത്. ഓരോ രാജ്യത്തിനും 13 പേരുകൾ വീതം നിർദ്ദേശിക്കാം. 2019 പുതുക്കിയ നിലവിലെ ലിസ്റ്റിൽ 169 പേരുകളുണ്ട്. രാജ്യങ്ങളുടെ പേരിൻ്റെ അക്ഷരമാല ക്രമത്തിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ പട്ടികയിലെ പേരുകൾ നൽകും. ഗട്ടി, തേജ് എന്നീ പേരുകൾ നൽകിയത് ഇന്ത്യയാണ്. ബിബർജോയ് ബംഗ്ലാദേശിൻ്റെ സംഭാവനയാണ്. ഫെങ്കൽ സൗദി അറേബ്യയും ശക്തി ശ്രീലങ്കയും നൽകിയ പേരാണ്. മോൻത ചുഴലിക്കാറ്റിന് പേര് നൽകിയത് തായ്ലൻഡാണ്. ഇനി അടുത്ത ഊഴം UAEക്കാണ്. സെൻയാർ എന്നായിരിക്കും ചുഴലിക്കാറ്റിന് പേരിടുക. അതിനുശേഷം യമൻ നൽകിയ ഡിറ്റ്വ എന്ന പേരായിരിക്കും.